മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ മാസപ്പടി അഴിമതി കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പിണറായിയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വസതിയിൽ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ കഴിഞ്ഞ നാളുകളിൽ റെയ്ഡുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ റെയ്ഡ് നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെൻറ്റ് അധികൃതരെയും അവർക്ക് സംരക്ഷണം ഒരുക്കുവാനെത്തിയ CRPF ഉദ്യോഗസ്ഥരെയും CPMൻ്റെ ഗുണ്ടകൾ തെരുവിൽ ആക്രമിക്കുന്ന നിർഭാഗ്യകരമായ സാഹചര്യവും സംജാതമായി. ഈ ഉദ്യോഗസ്ഥരെ മാത്രമല്ല, ഇവർ മടങ്ങിപ്പോയിരുന്ന വാഹനങ്ങളടക്കം തല്ലിത്തകർത്തുകൊണ്ടാണ് CPMൻ്റെ തെരുവ് ഗുണ്ടകൾ തലസ്ഥാന നഗരിയിൽ അഴിഞ്ഞാടിയത്. ഈ സമയത്ത് കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർ ബോധപൂർവം നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയായിരുന്നു എന്ന ആരോപണവും ഉയർന്നിരുന്നു. എന്നാൽ സമയോചിതമായി വിഷയത്തിൽ ഇടപെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കർശനമായ വകുപ്പുകൾ ചുമത്തി അതിക്രമകാരികൾക്കെതിരെ കേസെടുക്കുവാൻ കേരള പോലീസിന് DGPയിലൂടെ നിർദ്ദേശവും നൽകി. രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശത്തെ തുടർന്ന് 300ഓളം CPM പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. 40ലധികം ആളുകളെ അറസ്റ്റിലാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. സമാന സാഹചര്യത്തിൽ സമാന അതിക്രമങ്ങൾ നടത്തിയ പല അതിക്രമകാരികളും രാജ്യത്തിൻ്റെ പല ഭാഗത്തും വർഷങ്ങളായി ജയിലിൽ കഴിയുകയാണ്. ബംഗാളിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരം അതിക്രമം അഴിച്ചുവിട്ട ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവ് 2.5 വർഷക്കാലമായി ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. ഏതൊക്കെയാണെങ്കിലും കേരളത്തിൽ ഇത്രയധികം ആളുകൾ അറസ്റ്റിലായപ്പോഴും ഈ പ്രതികളിൽ 2 പേർക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടെ ഒത്തുകളിച്ചത്, ഈ പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി ഒത്തുകളിച്ചത് തിരുവനന്തപുരം കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള പിണറായി വിജയൻ 1ാം സർക്കാരിൻ്റെ കാലത്ത് തന്നെ നിയമിച്ച ഗീനാകുമാരി എന്ന അടിമുടി കമ്മ്യൂണിസ്റ്റായിട്ടുള്ള ഒരു അഭിഭാഷകയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിനെതിരെ തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ പോലീസ് മർദ്ദനത്തിനൊക്കെ ഇരയായിട്ടുള്ള SFI നേതാവ് കൂടിയായിരുന്നു ഗീനാകുമാരി. ഇവിടെ കേരള പോലീസ് കോടതിയിൽ നൽകാനായി അഭിഭാഷകയ്ക്ക് കൈമാറിയത് പ്രതികളുടെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്ന റിപ്പോർട്ടായിരുന്നു. എന്നാൽ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അഭിഭാഷക കോടതിയെ അറിയിച്ചതോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇത് സംസ്ഥാന സർക്കാരിനും പോലീസിനും വലിയ തിരിച്ചടിയായി. ED ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും തങ്ങൾക്ക് നേരെ അതിക്രമം അഴിച്ചുവിട്ട പ്രതികൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് അവർക്കും വലിയ ക്ഷീണമാണ്. കൃത്യമായ ഇടപെടൽ EDയുടെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇവിടെ സംസ്ഥാന സർക്കാർ ഗീനാകുമാരിയെ തൽസ്ഥാനത്തുനിന്ന് മാറ്റുകയും മികച്ച ഒരു അഭിഭാഷകനെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ EDയും കോടതിയെ ഈ കേസിൽ കക്ഷി ചേരാനായി സമീപിക്കുകയും മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ മേലുള്ള വാദം കേൾക്കുമ്പോൾ തങ്ങളുടെ വാദമുഖം കൂടി കണക്കിലെടുത്തു വേണം ഇവർക്ക് ജാമ്യം അനുവദിക്കുവാൻ എന്നുള്ള ഒരു അഭ്യർത്ഥന കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇന്ന് ഈ കേസിൽ പ്രതികളായിട്ടുള്ള 2 പേരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ED അഭിഭാഷകൻ വിശദമായ ഒരു വാദം കോടതിയിൽ നടത്തുകയും കോടതിക്കൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം CPMൻ്റെ ഉന്നതരായ നേതാക്കൾ പോലും ഈ കേസിൽ ഏതു നിമിഷവും അറസ്റ്റിലാകുവാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. CPMൻ്റെ ഈ ഗുണ്ടകൾ അല്ലെങ്കിൽ CPMൻ്റെ ഈ അതിക്രമകാരികൾ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരെയും CRPF ഉദ്യോഗസ്ഥരെയും അവർ എത്തിയ വാഹനങ്ങളെയും ആക്രമിച്ചതിന് പിന്നിൽ പാർട്ടിയുടെ ഉന്നതമായ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമുണ്ടെന്നാണ് ED ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി CPMൻ്റെ പ്രധാനപ്പെട്ട 4 നേതാക്കൾ ഏതു നിമിഷവും അറസ്റ്റിലാകും എന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ അറസ്റ്റ് ഭീഷണി നേരിടുന്നവരിൽ പ്രധാനികൾ എന്ന് പറയുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള V ശിവൻകുട്ടി, മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴും MLA ആയിട്ടുള്ള CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ്, തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരാണ്. ഈ 4 പേരാണ് തലസ്ഥാനത്ത് പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയതും EDക്കെതിരെ മുദ്രാവാക്യം മുഴക്കി തുടർച്ചയായി പ്രകോപനങ്ങൾ സൃഷ്ടിച്ചതും. ഈ 4 പേരുടെ സംരക്ഷണയിൽ തന്നെയാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതികൾ പാർട്ടി ഓഫീസിനുള്ളിൽ കയറി ഒളിച്ചിരുന്നതും പോലീസിന് മുമ്പിൽ പ്രതിരോധം തീർത്തുകൊണ്ട് ഈ 4 പേർ തന്നെയാണ് അവരെ വിട്ടുകൊടുക്കുവാൻ കൂട്ടാക്കാതിരുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ അതിക്രമത്തിന് ആഹ്വാനം നൽകിയ CPM നേതാക്കൾ ഇനി അഴി എണ്ണേണ്ടി വരും എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നമുക്കറിയാം, ED എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൃത്യനിർവഹണം തടയുന്ന നിലയിൽ ഒരു ഇടപെടലുണ്ടായാൽ കർശനമായ വകുപ്പുകൾ ചുമത്തി കേസ് അന്വേഷണം നടത്തുവാൻ ഏത് സംസ്ഥാന സർക്കാരാണെങ്കിലും നിർബന്ധിതമാകും.
ഇനി ഇ ഡി കൂടി ഈ കേസിൽ കക്ഷി ചേർന്നതോടെ കൃത്യമായി ഒരു ഗൂഢാലോചന ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്ന ആരോപണം അവർ മുന്നോട്ട് വെച്ചതോടെ ഈ പ്രധാനപ്പെട്ട 4 നേതാക്കളെ ചോദ്യം ചെയ്യുകയല്ലാതെ കേരള പോലീസിന് മുമ്പിൽ മറ്റു വഴികളില്ല. ഇത്തരത്തിൽ ചോദ്യം ചെയ്ത് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തിയാൽ പല പ്രതികളിൽ നിന്നും വീണ്ടും തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ആരാഞ്ഞാൽ തീർച്ചയായും ഇവരുടെ ഇടപെടലിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും അന്വേഷണ ഏജൻസിക്ക്, അതായത് കേരള പോലീസിന് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയ ശേഷം അവരുടെ ഭാഗത്തു നിന്ന് തൃപ്തികരമായ വിശദീകരണങ്ങൾ ഈ വിഷയങ്ങളിൽ ലഭിക്കുന്നില്ല എങ്കിൽ അവരും അറസ്റ്റിലാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ആകുലത തന്നെയാണ് CPMൻ്റെ ഉന്നതമായ നേതൃത്വത്തിന് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് സാധാരണഗതിയിലുള്ള ഒരു കേസല്ലാത്തതിനാൽ തന്നെ ഈ കേസിൽ അറസ്റ്റിലായാൽ ഉറപ്പായും റിമാൻഡിൽ പോകേണ്ടി വരും. റിമാൻഡിൽ പോയി കഴിഞ്ഞാൽ ഉടനെ ഒന്നും ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ഈ കേസിൽ പ്രതികളായിട്ടുള്ളവരിൽ ജയിലിലെത്തുമ്പോൾ, റിമാൻഡിലെത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള VIP പരിഗണന ലഭിക്കുവാൻ പോകുന്നത് ഇപ്പോഴും MLA ആയിട്ടുള്ള വി ജോയിക്കും മാത്രമാണ്. കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട നേതാക്കളാണ്. മുൻ MLAമാർക്ക് ജയിലിനുള്ളിൽ റിമാൻഡിലെത്തുമ്പോൾ വലിയ പരിഗണനയൊന്നും ലഭിക്കുകയില്ല എന്നുള്ളത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. PC ജോർജിന് സർവ്വസാധാരണക്കാരെ പോലുള്ള ഒരു സെല്ല് മാത്രമാണ് അദ്ദേഹം അറസ്റ്റിലായ വേളയിൽ അനുവദിച്ചു കിട്ടിയത്. അതേ അനുഭവം തന്നെയായിരിക്കും കടകംപള്ളിയെയും ശിവൻകുട്ടിയെയും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ആര്യ രാജേന്ദ്രൻ അറസ്റ്റിലായാൽ അവരെ അട്ടക്കുളങ്ങര സെൻട്രൽ ജയിലിലേക്കായിരിക്കും റിമാൻഡ് ചെയ്ത് അയക്കുവാൻ പോകുന്നത്. അവിടെ എത്തിയാൽ ആര്യയുടെ കാര്യത്തിലും കാര്യങ്ങൾ അത്ര സുഖകരമാവില്ല എന്ന വിഷയത്തിൽ തർക്കമില്ല. കാരണം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് തന്നെ വലിയ രീതിയിൽ അവമതിപ്പുള്ള ഒരു നേതാവാണ് ആര്യ രാജേന്ദ്രൻ. തീർച്ചയായും ആര്യ രാജേന്ദ്രനെ കയ്യിൽ കിട്ടിയാൽ സഹതടവുകാർ ഒന്ന് കൈകാര്യം ചെയ്യാതെ വിടുവാതിരിക്കാനുള്ള സാഹചര്യമൊന്നും നമ്മൾ കാണേണ്ടതില്ല. കാരണം അത്രമാത്രം ധാർഷ്ട്യം നിറഞ്ഞ ശൈലിയിൽ ജനങ്ങളെ വെല്ലുവിളിച്ചും പുച്ഛിച്ചും അടിച്ചമർത്തിയുമാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയർ എന്ന നിലയിൽ 5 വർഷം പൂണ്ട് വിളയാടിയത്. ഏതൊക്കെയാണെങ്കിലും ഈ വിഷയത്തിൽ ഒരു നാരോ എസ്കേപ്പ് നടത്തിയ ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, ബിനീഷ് കൊടിയേരിയാണ്. ED കസ്റ്റഡിയിലെടുത്താനുള്ള അവസ്ഥയും ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നാലുള്ള അവസ്ഥയുമെല്ലാം കൃത്യമായി ബോധ്യമുള്ളയാളാണ് ബിനീഷ് കൊടിയേരി. ED കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തതിൻ്റെ പേരിൽ ഏറെക്കുറെ 1 വർഷമാണ് കർണാടകയിലെ ജയിലിൽ ബിനീഷ് കാലം തള്ളി നീക്കിയത്. അതുകൊണ്ട് തന്നെ ഈ സമരമുഖത്തേക്ക് പിണറായി വിജയനും മകൾ വീണ വിജയനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയെങ്കിൽ കൂടിയും തീർത്തും സമാധാനപരമായ ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ ഉടനീളം ബിനീഷ് സ്വീകരിച്ചിരുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന ഘട്ടത്തിൽ ബിനീഷ് സംഭവ സ്ഥലത്ത് നിന്ന് സ്കൂട്ടാകുകയും ചെയ്തിരുന്നു. ഇവിടെ ശിവൻകുട്ടിയും വി ജോയിയും കടകംപള്ളിയുമെല്ലാം പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ എന്ന നിലയിൽ ഈ സമരമുഖത്തേക്ക് കടന്നു വന്നവരാണ്. എന്നാൽ ആര്യ രാജേന്ദ്രൻ്റെ കാര്യം അങ്ങനെയല്ല. വടി കൊടുത്ത് അടി മേടിച്ചു എന്ന നിലയിലാണ് ആര്യയുടെ സ്ഥിതി. പാർട്ടിയിലേക്ക് എങ്ങനെയെങ്കിലും ഒരു തിരിച്ചുവരവ് നടത്തുവാൻ പിണറായി വിജയൻ്റെ മകളായുള്ള വീണ വിജയനെയും അതുപോലെ തന്നെ അവരുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിനെയും പ്രീണിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ആര്യ രാജേന്ദ്രൻ തൻ്റെ ഭർത്താവായ സച്ചിൻ ദേവിനെയും കൂട്ടി ഈ സമരമുഖത്തേക്ക് എത്തിയത്. കൃത്യമായി പറഞ്ഞാൽ ഈ അതിക്രമം അഴിച്ചുവിട്ടതിന് പിന്നിലും ആര്യയുടെ ഗൂഢതന്ത്രമാണ് എന്നൊരു സിദ്ധാന്തം പാർട്ടി സർക്കിളുകളിൽ തന്നെ കാര്യക്ഷമമായി പ്രചരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇതിനെല്ലാം തീർത്ത് ഇപ്പോൾ ഏറെക്കുറെ ആര്യയ്ക്കും കിട്ടുന്ന ഒരു മട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ED ഉദ്യോഗസ്ഥർ വളരെ ഗൗരവതരമായിട്ടാണ് ഈ കേസിനെ കാണുന്നത്. ഈ കേസ് അട്ടിമറിച്ചുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടുവാൻ വഴിയൊരുക്കിയ പബ്ലിക് പ്രോസിക്യൂട്ടറെ അടക്കം ഒരുപക്ഷെ അവർ തങ്ങളുടെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുവാനും സാധ്യതയുണ്ട്. ഏതൊക്കെയാണെങ്കിലും CPMൻ്റെ ഉന്നതമായിട്ടുള്ള നേതാക്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുവാനുള്ള സാധ്യതകൾ സജീവമാകുമ്പോൾ നേതാക്കൾ ഒളിവിൽ പോകുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടെന്നാണ് ചില രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. വി ശിവൻകുട്ടിയും കടകംപള്ളിയും വി ജോയിയും ആര്യ രാജേന്ദ്രനുമെല്ലാം ജയിലിലേക്ക് പോയി തിരികെ എത്തുമ്പോൾ മാലയിട്ട് സ്വീകരിക്കണമെങ്കിൽ പോലും CPM നേതാക്കൾ ഏറെക്കുറെ 1 വർഷം കാത്തിരിക്കേണ്ട ഒരു ദുർഗതിയും ഈ കേസിൽ ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ടും പിണറായി വിജയൻ്റെ മകളുടെ കൊള്ളരുതായ്മകൾക്ക് കൊടി പിടിക്കുവാനും സിന്ദാബാദ് വിളിക്കുവാനും പോയ പാർട്ടി അണികളുടെ ദുർഗതി ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.